നിങ്ങൾ ഇതിന് ഒന്നാം നിലയിൽ മാത്രമാണ് പെർമനന്റ് കെട്ടിടമുള്ളത്. മുകളിലെ കെട്ടിടം നിങ്ങൾ കണ്ടു, ഷീറ്റാണ്. ഷീറ്റ് ഒരിക്കലും പെർമനന്റ് കെട്ടിടമല്ലല്ലോ. അപ്പോൾ ഷീറ്റിൽ നമ്മൾ ഒന്നാം നിലയിൽ എന്താ, നിങ്ങളിപ്പോൾ 4:30 മണി മുതൽ ഇവിടെയുണ്ട്. ഇപ്പം നമ്മൾ 4ാമത്തെ മണിക്കൂറിലാണ് നമ്മൾ നിൽക്കുന്നത്. 4ാമത്തെ മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതുവരെയും വെള്ളം, ഇത്രയും യൂണിറ്റ് വെള്ളം അടിച്ചിട്ടും വെള്ളം പുറത്ത് മാത്രമാണ് എത്തുന്നത്. അതിന് നിങ്ങൾ അപ്പുറത്ത് പോയി നോക്കിയാൽ അറിയാം, അവിടെ ഒരു AC-യുടെ ഒരു സംവിധാനമല്ലാതെ മറ്റൊരു സ്ഥലത്തും ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമില്ല. അത് അശാസ്ത്രീയമായ ഒരു സംവിധാനമാണ്. ആ സംവിധാനമാണ് ഇത്രയേറെ ഇത് സമയം നമുക്ക് കെടുത്താൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. ഏതായാലും നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഇത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിൽ ആയിരക്കണക്കിന് ആൾക്കാർ ദിവസേന വരികയാണ്. അവിടെ പോലും നമുക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ളത് നമുക്ക് പോലും ബോധ്യപ്പെട്ടത് ഈ ഒരു സംഭവം കൊണ്ടാണ്. ദൈവാധീനം കൊണ്ട് ഇവിടെ കാഷ്വാലിറ്റി കുറവാണ്, ആളുകളുടെ ആളപായം കുറവാണ്. ആളപായവും കുറവാണ്. അവിടെ ആളുകൾ അപായം ഉണ്ടായില്ല, ആളുകളെ ഒഴിവാക്കാൻ പറ്റി. താഴെയുള്ള ഷോപ്പുകളിലുള്ള ഗ്യാസ് സിലിണ്ടറൊക്കെ നമുക്ക് അവിടെയുള്ള ചുമട്ടുതൊഴിലാളികൾ യഥാസമയം മാറ്റാൻ സാധിച്ചു. എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ കണ്ടോ, 3ാമത്തെ നിലയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. 2ാം നിലയിൽ മാത്രമേ യഥാർത്ഥത്തിൽ പെർമനന്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഉള്ളൂ, മുകളിൽ ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വേണ്ടത്ര ജാഗ്രത ഇക്കാര്യത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു പുനർവിചിന്തനം നടത്തി ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ്. മാത്രമല്ല ഇപ്പോൾ നിങ്ങളറിയാം, ഞാൻ നേരത്തെ 5:30 മുതലാണ് 7:05 നമ്മൾ എയർപോർട്ടിൽ നിന്ന് അത്യന്താധുനികമായ ഒരു സംവിധാനം വന്നത്. അത് കോഴിക്കോടിനെ പോലെയുള്ള ഒരു വലിയ നഗരത്തിൽ, കേരളത്തിലെ 3ാമത്തെ നഗരമാണല്ലോ കോഴിക്കോട്, അവിടെ ഇത്രയും വലിയൊരു മെഷീൻ, ഒരു ഫയർഫോഴ്സ് എഞ്ചിൻ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് 4:30 അല്ലെ 4:45 ഇവിടെ എത്താൻ പറ്റുമായിരുന്നു. അങ്ങനെ എത്തിയിരുന്നെങ്കിൽ ഇതിന്റെ ആഘാതം കുറയ്ക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഫയർഫോഴ്സൊക്കെ യഥാവിധി അല്ല, നമുക്ക് കുറെ കൂടി കാലോചിതമായി മാറ്റം വരുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ സർക്കാരിന്റെ കഴിയാണ്. അതുപോലെ ബീച്ച് ഒരു യൂണിറ്റ് നിങ്ങൾ ആലോചിക്കണം, ഇവിടെ തൊട്ടടുത്താണ് ബീച്ച് യൂണിറ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ വരാൻ 3/4 മണിക്കൂർ എടുത്തത്? അവിടെ ബീച്ച് യൂണിറ്റ് ഞങ്ങൾ എത്രയോ ദിവസമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബീച്ച് യൂണിറ്റ് ഇവിടുന്ന് മാറ്റരുത് എന്ന് പറഞ്ഞു. അവിടെ ബീച്ച് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് 5-6 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുമായിരുന്നു. കാരണം നിങ്ങൾക്കറിയാലോ, ഈ ഓവർബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ നേരെ ഇവിടെ എത്തുമായിരുന്നു. ഇത് എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവച്ചാൽ സ്വാഭാവികമായി കോഴിക്കോട് നഗരത്തിൽ നമ്മൾ കത്തി അമരുക എന്നല്ലാതെ മറ്റൊരു സാഹചര്യമില്ല. ഇനിയെങ്കിലും ഇത് നമുക്ക് മുന്നോട്ട് പോകണം. ഈ വിഷയം ഒരു കൊല്ലം മുമ്പേ തന്നെ ഞാൻ കൗൺസിലിൽ അവതരിപ്പിച്ചതാണ്. കാരണം ഫയർഫോഴ്സിന്റെ ബീച്ച് യൂണിറ്റിന്റെ ബിൽഡിങ്ങിന്റെ പണി നടക്കുകയാണ്. അപ്പോൾ അടിയന്തരമായി മേയറോട് വേറെ സ്ഥലം കണ്ടെത്താനും, അങ്ങനെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വെള്ളയിൽ സ്ഥലം കണ്ടെത്തിയതാണ്. അവിടെ ഒരു ടോയ്ലറ്റിന്റെ വിഷയമാണ്, ടോയ്ലറ്റ് പരിഹരിക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞു കോഴിക്കോട് മറ്റേ ഇല്ല വർക്കില്ല, ആകെ ഒരു യൂണിറ്റിൽ ഒരു വാഹനം മാത്രമേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് ഒരിക്കലും തന്നെ, അതുകൊണ്ടാണ് 30 മിനിറ്റ് കഴിഞ്ഞാണ് ഇവിടെ എത്തിച്ചത്. 2ാമത്തെ യൂണിറ്റ് 30 മിനിറ്റ് കഴിഞ്ഞ് ഇത് അടിച്ചിട്ടാണ് അത് തീർന്നിട്ടാണ് 2ാമത്തെ യൂണിറ്റ്. അതുകൊണ്ടാണ് ഇത്രയും തീ പരന്നു പിടിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഉണ്ടായത്. ഉൾപ്പെടെ വലിയ കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ് കോഴിക്കോട്. അവിടെ ഇപ്പൊ മുട്ടായിത്തെരി ഉൾപ്പെടെ ആണെങ്കിലും ഈ ഫയർ എഞ്ചിനിലേക്ക് വെള്ളം അടിക്കാനുള്ള സംവിധാനം ഇപ്പൊ മുട്ടായിത്തെരി ഉണ്ടെങ്കിലും അതിൽ വെള്ളമില്ല. അവിടെ വെള്ളത്തിന്റെ സംവിധാനം ഉണ്ടാക്കണ്ടേ? ഇപ്പൊ അത് തുറന്നു നോക്കിയാൽ നമുക്ക് വെള്ളം കിട്ടില്ല. അതാണ് ഇപ്പം തീപിടുത്തം ഉണ്ടായപ്പോൾ ഉണ്ടാക്കിയ സാധനമാണ് ഫയർ ബോക്സ്. പക്ഷെ അതിൽ വെള്ളമില്ല. അവിടാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. തൊട്ടടുത്തുള്ള മാളിൽ നിന്നാണ് നമ്മൾ വെള്ളം കളക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡിൽ നമുക്ക് ഈ വെള്ളം ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഒരുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പിന്നെ മാനേജറെ പോയിട്ടാണ് വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. മാനേജറിനാണ് വെള്ളം എടുക്കുന്നത്. ശരിയാ, പരിമിതികൾ കൂടി കൗൺസിലറും കോൺഗ്രസ് നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ശരി തന്നെയാണ്. കാരണം 3 മണിക്കൂറിലധികമായി നമ്മളിവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള പരിമിതികളുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്താത്തതാണ്. കാരണം ബീച്ചിലെ ഫയർഫോഴ്സ്, നമ്മൾ തന്നെ അത് പരമ്പരയും വാർത്തയും ചർച്ചയൊക്കെ ആക്കിയിട്ടുണ്ട്, ബീച്ചിലെ ഫയർഫോഴ്സ് ഓഫീസ് മാറ്റുന്നത്. കാരണം അവിടെ കോഴിക്കോട് നഗരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ ഏത് ഘട്ടത്തിലും വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്നത് നഗരത്തിലെ അല്ലെങ്കിൽ ബീച്ചിലെ ഫയർഫോഴ്സ് യൂണിറ്റായിരുന്നു. അത് മാറ്റി അതിന് പകരം വിവാദങ്ങളൊക്കെ ആയപ്പോൾ ഒരു വണ്ടി മാത്രം അവിടെ നിന്നിടാനുള്ള ഒരു സംവിധാനം മാത്രമേ ഒരുക്കൂ. അതുകൊണ്ടാണ് ആദ്യം ഒരു വാഹനം മാത്രമാണ് എത്തുന്നത്. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞു വെള്ളിമാട് കുന്നുനിന്നും മറ്റുമൊക്കെ പുതിയ യൂണിറ്റുകൾ എത്താൻ. അതാണ് ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്തത്. പക്ഷെ അതുകൊണ്ട് മാത്രം മതിയാവില്ല. നേരത്തെ PM നിയാസ് പറഞ്ഞതുപോലെ ആധുനികമായ സജ്ജീകരണങ്ങളുള്ള, അതായത് വളരെ ശക്തമായി വളരെ ഉയരത്തിൽ വളരെ